കലയും സാഹിത്യവും ഇന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിരിക്കുന്ന രണ്ട് വാക്കുകളാണ്. കലയും സാഹിത്യവും ഇന്ന് ലക്ഷ്യം മറന്നുപോയിരിക്കുന്നു. ആവശ്യങ്ങളുടെയും ജനകീയതയുടെയും മാത്രം ഇടങ്ങൾ തേടി പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവകള് നിർവഹിക്കേണ്ട ധർമ്മം മറന്നുപോയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഒഴുക്കിനെതിരെ നീന്തി സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് സാധിക്കണം. എഴുത്തിനും വരയ്ക്കും പ്രസംഗത്തിനും കലയ്ക്കും എല്ലാവിധ സാഹിത്യ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ ധർമ്മം ഈ സമൂഹത്തിൽ നിർവഹിക്കാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒഴുക്കിനനുസരിച്ച് നീന്താൻ ഏതു പൊങ്ങുനരിക്കും സാധിക്കും. ഒഴുക്കിനെതിരെ നീന്തി കയറുമ്പോഴാണ് ഒരു ജീവിതം സാർത്ഥകമാകുന്നത്. ആ കരുത്തിനെയാണ്, അങ്ങനെ ഒഴുക്കിനെതിരെ നീന്താനുള്ള കരുത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നവകാല സാഹിത്യം എന്ന് പറയുന്നത് അരാജകത്വത്തിന്റെയും അധർമ്മത്തിന്റെയും വഴിക്ക് നമ്മളെ വഴി നടത്തുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ട കാര്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുകയും മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളെയാണ് നമ്മൾ സംബോധന ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു പിടി കലാപ്രവർത്തകർ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് സാഹിത്യവും കലയും ഒക്കെ ചെയ്യേണ്ടത്. അല്ലാതെ ഏതോ മായിക ലോകത്തേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നതിന് യഥാർത്ഥ സാഹിത്യ പ്രവർത്തനം എന്ന് പറയാൻ സാധിക്കില്ല. മനുഷ്യൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അവരോട് ചേർന്ന് സമൂഹത്തിന്റെ ഭാഗമായി സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ് വേദനകളെ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണുമ്പോൾ മാത്രമാണ് സത്യത്തിൽ യഥാർത്ഥ മനുഷ്യനാവുന്നത്. അവിടെ നമ്മളറിയാതെ ഒരു കല രൂപപ്പെടുന്നുണ്ട്, ഒരു സാഹിത്യം രൂപപ്പെടുന്നുണ്ട്. മനുഷ്യപ്പെട്ടിന്റെ കലയാണത്, മനുഷ്യപ്പെട്ടിന്റെ സാഹിത്യമാണ്. ആധുനിക യുവത്വം, ആധുനിക വിദ്യാർത്ഥിത്വം പലപ്പോഴും തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന കാഴ്ച വളരെ വേദനയോടെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. സ്വന്തം ആസ്വാദനവും സ്വന്തം സന്തോഷവും മാത്രം ലക്ഷ്യം വെച്ച് എന്തിനും ഏതിനും മുതിരുന്ന പുതിയ കാല യുവത്വം മാറി ചിന്തിക്കേണ്ടതുണ്ട്. അവരെയൊക്കെ കൃത്യമായി വഴി നടത്താൻ സാഹിത്യത്തിന്, കലയ്ക്ക് ഇടപെടാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് കേവലം സന്തോഷം മാത്രമല്ല. ബാല്യവും കൗമാരവും യുവത്വവും വാർദ്ധക്യവും എല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകേണ്ടതുണ്ട്. സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ കൃത്യമായി അംഗീകരിക്കേണ്ടതുണ്ട്. ആ ഒരു ബോധത്തിലേക്ക് പുതുതലമുറയെ വഴി നടത്താൻ സാഹിത്യത്തിന് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ പുതിയ കാല യുവത്വം എന്ന് പറയുന്ന ആസ്വാദനത്തിന്റെ പിറകെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വളരെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് മയക്കുമരുന്നിന്റെ അമിതോപയോഗം. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം ഓരോ മലയാളിയെയും അസ്വസ്ഥരാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടകങ്ങളിലും ഓരോ നാട്ടിൻപുറങ്ങളിൽ പോലും വലിയ രീതിയിൽ രാസലഹരികൾ അസ്വസ്ഥത തീർക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കൃത്യമായ ലക്ഷ്യം നിർണയിക്കാൻ കഴിയാതെ ആരോ തെളിച്ചു കൊടുത്തിരിക്കുന്ന വഴിയിലൂടെ ജീവിച്ചു പോകുന്ന, ദിനങ്ങൾ കഴിച്ചു പോകുന്ന പുതിയ കാല യുവത്വത്തിന് കൃത്യമായ ദിശ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. സ്വന്തം സുഖവും നൈമിഷികമായ ആസ്വാദനവും മാത്രം ലക്ഷ്യം വെച്ച് യുവതലമുറ ചലിക്കുന്നത് കൊണ്ടാണ് മയക്കുമരുന്ന് ഉപയോഗം എത്ര നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് പകരം ആണും ഒരുമിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതിനുവേണ്ടി പ്രവർത്തിക്കലാണ് സാമൂഹിക പ്രവർത്തനം എന്ന് ആരോ നമ്മൾ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. ഈ വക അരാജകത്വങ്ങൾക്ക് വഴിമരുന്നിടുന്ന, അരാജകത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കലയും സാഹിത്യവും ഒക്കെ മാറിയിട്ടുണ്ട്. പാരമ്പര്യമായി നമ്മൾ കണ്ടു ശീലിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ സാഹിത്യവും കലയും എന്ന പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് മറ്റു പല തോന്നിവാസങ്ങളും നേരത്തെ നമ്മൾ കണ്ട് ശീലിച്ച പതിവ് രീതികൾക്ക് വഴിമാറി കൊടുക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണുള്ളത്. പഴയ കാലത്ത് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. മനുഷ്യനാക്കി മാറ്റാൻ കൃത്യമായി സമൂഹത്തിൽ ഇടപെട്ട സാഹിത്യവും കലയും ഒക്കെ ഇടപെട്ട ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവിൽ പുതിയ കാലത്തെ
കെട്ടുകാഴ്ചകളെ മാറ്റി നിർത്തി യഥാർത്ഥ സാഹിത്യം പഴയ കാലങ്ങളിൽ നിന്ന് പൊടി തട്ടിയെടുക്കാനുള്ള ശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇടശ്ശേരിയുടെ കവിതകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മനുഷ്യജീവിതത്തോട് ചേർന്ന് നിൽക്കുകയും സഹജീവിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ഒരുപാട് അധ്യാപനങ്ങൾ, നിർദ്ദേശങ്ങൾ, അതിലേക്കുള്ള ശ്രദ്ധ തിരിക്കലുകൾ പഴയകാല സാഹിത്യങ്ങളിൽ നിന്ന്, പഴയകാല സാഹിത്യ പ്രവർത്തകരിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു വഴിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു നടക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നിർത്തുന്നു.